അടുത്ത ദിവസം ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല, ക്ലാസ് മിസ്സായി പോകത്തില്ലേ. അതുകൊണ്ട് സാർ എന്തായാലും എനിക്ക് 3 ദിവസം ചെയ്തേ പറ്റൂ. ചെയ്യണം. എല്ലാവരും ചെയ്യണ്ട. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ബുക്കാണ് നമ്മൾ നോക്കാൻ പോണ കേട്ടോ. എന്നാ അതായത് ഈ ബുക്ക് നമ്മൾ പഠിച്ച ബുക്കാ, പക്ഷെ നമുക്ക് ഇതിന്റെ അകത്ത് പോയിട്ട് നമ്മൾ ഇത് കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. വി ക്യാൻ ഗോ ഇൻസൈഡ്. ഓക്കെ, ഇത് സ്പെസിഫിക് ആയിട്ട് റൈറ്റിങ്ങിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബുക്കാണ്. ഓക്കെ, അപ്പൊ ഈ ബുക്കിന്റെ ഈ പേജ് അത് കണ്ടില്ലായിരുന്നോ? ഫേസ്ബുക്കിന്റെ പേജ് കണ്ടില്ലായിരുന്നോ? അതെല്ലാം ഞാൻ വായിച്ചില്ലെന്ന്, വായിക്കാൻ സമയം ഞാൻ എല്ലാം എടുത്തു, ബുക്കുകളൊക്കെ എടുത്താൽ കുറെ നോക്കി. എനിക്കറിയാം, ഞാൻ ഈ ബുക്ക് ഇട്ട് ആരും വായിക്കാറില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ വായിച്ചു തന്നെ. അത് പിന്നെ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അല്ല, അതുകൊണ്ടല്ലേ സാറേ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ വായിച്ചു. അപ്പൊ ഇതിനുള്ള സമയം കിട്ടണ്ടേ? ഞാൻ വായിക്കും ഞാൻ. ഇത് നല്ലൊരു ബുക്കാണ്, ഇത് നമ്മൾ നോക്കിയൊരു ബുക്കാണ്. ഓക്കെ, നമുക്ക് അതിന്റെ അകത്തേക്ക് ഒന്ന് പോയി നോക്കാം, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. മൊഡ്യൂൾ 1 വാട്ട് ഈസ് IELTS, ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മൊഡ്യൂൾ 2 IELTS റൈറ്റിംഗ് സെഷൻ. വാട്ട് ഈസ് റൈറ്റിംഗ് സെഷൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കാദമിക് ആൻഡ് ജനറൽ ട്രെയിൻ മോഡ്സ്? ജനറൽ ട്രെയിൻ റൈറ്റിംഗ്, അക്കാദമിക് റൈറ്റിംഗ്. റൈറ്റിംഗ് ടാസ്ക് 1. Writing task 1 introduction. What is the writing task 1? Why do many people find task 1 difficult? Developing a system for your report. Writing creation. Unit 3 key things to remember when writing task 1 report. Important expressions to use for describing graphical information. Expression to use your report. Task 1 checklist for a high scoring answer. Module 4 how to structure a high scoring report. How to write an introductory paragraph, starting a report, how to write high scoring overview middle paragraph, writing a view of the graphic, how to write a high scoring detailed middle paragraph, purpose of detailed paragraph, how to write a high scoring concluding paragraph, writing conclusion paragraph, writing task 2, right? Writing task 2 introduction. What is writing task 2? Why do many people find it difficult? Developing a system for. Why do many people find task 2 is difficult? Because not practicing. Right. Okay. Writing creation. IELTS task 2. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് how to identify different question types. What are the question types? Question type exercise. Essay structure used each question type. The process of planning and writing a high scoring essay. How to structure a high scoring essay. How to write a high scoring introduction. What is the purpose of the introduction? 3 main parts of the introduction. How to write a high scoring supporting paragraph. What is the purpose of the supporting paragraph? What are the parts of the supporting paragraph? How to write a high scoring conclusion. What is the purpose of the conclusion? What are the parts of the conclusion? Transition and connecting phrases. What are the transition and connecting phrases? Checklist, scoring criteria, task 1, task 2. Module 8, task 2, essay analysis, practice analysis essays, write task planning. Module 9, sample answers, task 1 answer, report 1, report 2, report 3, task 1, essay 1, essay 2, essay 3. Message from listening and sleeping. Oh, that's fine. Okay. ഒരുപാട് ചെയ്യണ്ടല്ലേ? അതാണ് നമ്മുടെ ആ മറ്റേ ബുക്കില്ലേ സാർ ഇന്നലെ വായിച്ച ബുക്കില്ലേ, അതിന്റെ ആദ്യം അവര് കൊടുത്തിട്ടുണ്ട് കീ പോയിന്റ്സ്. നമ്മൾ എങ്ങനെ, അതായത് ഇതിനെ കുറിച്ച് ഒന്നും പറയണേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്കോർ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവര് കൊടുത്തിട്ടുണ്ട്. ഇതിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ അതിരുന്ന് ആദ്യം വായിച്ചു. ഓവർവ്യൂ എന്നുള്ള രീതിക്ക് അവരിങ്ങനെ കൊടുത്തേക്കാണ് എന്തെല്ലാം ചെയ്യണം നിങ്ങളിന്ന്. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. Okay. So who is this for? നമുക്ക് അത് നോക്കാൻ കാര്യമില്ല. വാട്ട് ഈസ് IELTS അത് നമുക്ക് അറിയാൻ ചെയ്യാം. അക്കാദമിക് എന്താണെന്നും ജനറൽ ട്രെയിനിങ് എന്താണെന്ന് വ്യത്യാസം നമുക്കറിയാം. സ്കോറിംഗ് സ്ട്രക്ചർ ഇത് നോക്കിക്കോളൂ കേട്ടോ. ലിസണിങ്ങിന് റൈറ്റിങ്ങിന് 0 to 9 അങ്ങനെ ഓവറോൾ 9 ആണ് വന്നിരിക്കുന്നത്. 9 വരെയാണ് ഇതിന്റെ സ്കോറിംഗ് വന്നേക്കുന്നത്.
ഇൻക്രിമെന്റ്. ഓക്കെ, ഇതാണ് അതിന്റെ വേറൊരു മെത്തേഡ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗുഡ് യൂസർ ആകുമ്പോൾ അയാൾ എന്തെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നുള്ളവരാണ്. അപ്പൊ നമുക്ക് 7 വേണ്ടത്. Has operation command of the language, though the occasional inaccuracies, inappropriateness, and misunderstanding of some situations, generally handle complex language. കണ്ടോ? കോംപ്ലക്സ് ലാംഗ്വേജ്, കോംപ്ലക്സ് സെന്റൻസ് അല്ലേ? വെൽ, അണ്ടർസ്റ്റാൻഡിങ് ഡീറ്റെയിൽഡ് റീസണിങ്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യൂസർ ആയിട്ടുള്ളൂ 7 കിട്ടിയിട്ട് സാറ് ചിന്തിക്ക്. വെരി ഗുഡ് ആയിട്ടില്ല. അന്നേരം വെരി ഗുഡ് യൂസറില് ഹാൻഡിൽ കോംപ്ലക്സ് ഡീറ്റെയിൽഡ് ആർഗ്യുമെന്റ് as well. നല്ല രീതിയിൽ ആർഗ്യുമെന്റും നമ്മൾ കുറച്ച് സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ച് കിട്ടും. അപ്പോ ഈ പിന്നെ മൊഡ്യൂൾ 2 വാട്ട് ഈസ് റൈറ്റിംഗ് സെക്ഷൻ. ഇൻട്രൊഡക്ഷൻ നമുക്കതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. Writing task introduction. What is writing task 1? Okay. For the writing task 1, you are required to write a report based on the pictorial information. This means you may need to describe a graph, a chart, or diagram. It might be a bar or pie chart, line graph, some other graphic representation. You may also ask to describe a process illustrated by a diagram. The best way to think this report is that you have written the report very well. Even someone who can't see the graph should be able to understand what happened. അപ്പോ ഗ്രാഫിലുള്ള പടം നമ്മള് സെന്റൻസിൽ ആക്കി വെക്കണം. അതല്ലേ ബേസിക് ആവും. അത് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. Why do many people find this difficult? വായിച്ചോട്ടോ ടിപ്സ്. The task is difficult for many people simply because not sure what things to write about and how actually describe what is happening in the way IELTS evaluators want to see. Okay. Once you know how to structure your answer, the way you express information correctly, develop your answer, evaluate love, it becomes easy. Right. Okay. Developing a system for your report. Okay. Objective of this unit: develop a system for answering task number 1. Writing system creation. The most efficient way of approaching the writing section is individual task by implementing systematic approach. A system reduces time. Blah blah blah. Okay, that's fine. Step 1: recognize and identify the graph form. Look for the trends. What information the chart is showing, the range of data, and how does the data change over time. Write your answer according to the plan below. ഇതായിരിക്കണം നമ്മുടെ ഇതിന്റെ പ്ലാൻ. One sentence to introduce a subject and the graphic. Okay. 1 or 2 sentences show the relationship between the data or to comment on the main trend of the data. The more detailed discussion including the details of the most important to least important. The detailed don't worry. And 1 sentence to conclude the answer. അപ്പൊ നമുക്ക് ഈ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട്. അപ്പൊ ഈ ഒരു ഇതിന്റെ കണ്ണിക്കൂടെ നമ്മൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് പറ്റുമോ കേട്ടോ. നോക്കാം. Key things to when writing report task 1. Key things to remember are എന്തൊക്കെ കാര്യങ്ങൾ റിമെമ്പർ. Describe what is happening in the graphic from an unbiased point of view. നമ്മള് എന്താ പറഞ്ഞ ഇപ്പൊ ബിയാസ് എന്ന് പറയുമ്പോ അത് പാർഷ്യാലിറ്റി ഇല്ലാതെ. ഓക്കെ. അതായത് നമ്മളെ കൃത്യമായിട്ട് അതിലേക്ക് നോക്കുക. അതിന്റെ അത് നമ്മുടെ ഒരു അസംഷൻ വരുത്തരുത് കേട്ടോ. ഇപ്പൊ ഇന്ത്യയും ചൈനയും ജപ്പാനും എല്ലാം കൊണ്ടുവന്നപ്പോ നമുക്ക് ഇന്ത്യയോട് ചെറിയ ഒരു ഇഷ്ടം കൂടുതൽ തോന്നുന്നുണ്ട്.
അത് പാടില്ല ബേസ് ഉദ്ദേശിച്ചു കേട്ടോ. ഞാൻ എക്സാമ്പിൾ ഒക്കെ കിട്ടും. ഡിസ്ക്രൈബ് ദ ഗ്രാഫ് യൂസിങ് ദ പാസീവ് വോയിസ്. Respond to each of the bullet points. Use a clear introduction and conclusion. Use transition and connecting phrases to connect your ideas. Sadhya, connect your ideas. Okay? Appo transition word ഉപയോഗിക്കണം. Use varied and some higher level of vocabulary. Check your spelling errors. Check your capitalization. Check your punctuation. Punctuation you ഒരിക്കലും തെറ്റാൻ പാടില്ല നമുക്ക് കേട്ടോ. Okay. Use a proven structure for organization. Important expression to use for describing graphic information. Objective of the unit, learn key expressions. Okay, fine. Expression to use your report. Here are some example phrases and words used. Noun, verb, phrase, adverb, adjective. അല്ലേ? ഈ adjective നമുക്ക് എല്ലാ നൗണിന്റെ ഒപ്പം ഉപയോഗിക്കാം അല്ലേ? ഓക്കെ, അത് അതിന്റെ ഇപ്പുറത്ത് റാപ്പിഡ് ഗ്രോത്ത് എന്നോ അല്ലെങ്കിൽ ഡ്രമാറ്റിക് പീക്ക് എന്നോ ഡ്രമാറ്റിക് ഫ്ലക്ച്വേഷൻ എന്നോ സ്റ്റീപ്പ് വേരിയേഷൻ എന്നൊക്കെ പറയാം അല്ലേ? ഞാനിപ്പോ അതിനെന്താ സാറ് ആദ്യം ഒരു ഗ്രാഫ് തന്നിട്ടില്ലായിരുന്നു, ഒരു പടം. അത് കാണാ പടം പഠിച്ചിട്ട് ഞാൻ അതിങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക, എന്നിട്ട് അതുപോലെ അങ്ങോട്ട് പറയാൻ നോക്കാണ് പറയാന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെൽ ഡൺ. ഇപ്പൊ ഇവിടെ ഈ വെർബിനെ നമുക്ക് ഈ അഡ്വർബ് വെച്ച് ചെയ്യാം. നമ്മൾ പറയണ ഈ ഫ്രേസസ് കണ്ടോ? ടു ഷോ ആൻ അപ്വേർഡ് ട്രെൻഡ്, ടു ഷോ എ ഡൗൺവേർഡ് ട്രെൻഡ്, ടു ഹിറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ്, ടു ഹിറ്റ് ദ ലോവസ്റ്റ് പോയിന്റ്, ടു റീച്ച് എ പീക്ക്, to show some fluctuation, to fluctuate wildly, to remain stable, to flatten out, to highest, to lowest. ഈ ഫ്രേസസ് നമ്മൾ മസ്റ്റ് ആയിട്ടും കാണാൻ പഠിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ വൊക്കാബുലറി. എക്സാക്ട്ലി. അപ്പൊ നമുക്ക് ഈ നൗണും ഈ വെർബും ഈ ഫ്രേസും ഈ അഡ്വർബും ഈ അഡ്ജക്റ്റീവ് ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക ഗ്രാഫ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മതി. അപ്പൊ നമ്മൾ പറയണ വൊക്കാബുലറി എന്ന് പറഞ്ഞ ടു ഷോ ആൻഡ് അപ്വേർഡ് എന്നത് നമ്മൾ ഞാൻ എപ്പോഴും കാണിച്ചിരുന്ന വൊക്കാബുലറി ഇല്ലേ, അതാണ് ഫ്രേസസ് കേട്ടോ. പിന്നെ സാർ ഇതിനൊപ്പം ഈ ഇറാറ്റിക് ട്രെൻഡ് എന്ന് പറയത്തില്ലേ, ഇറ്റ് ഷോസ് ആൻ ഇറാറ്റിക് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവരെന്തൊട്ട് ഉദ്ദേശിക്കുന്നത്? വ്യത്യസ്തമായിട്ട് അതിന്റെ അർത്ഥം എനിക്ക് അറിയാൻ. അപ്പൊ ഇനി പ്രാവശ്യം അത് എങ്ങനെ എഴുതാലോ? അല്ല, ഞാനത് പലപ്പോഴും കണ്ടിട്ട് ഷോ ആൻ ഇറാറ്റിക് ട്രെൻഡ്. അപ്പൊ ഇതിനകത്ത് ഈ ഫ്രേസ് നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. ഇത്രയും ഫ്രേസും ഇത്രയും നൗണും ഇത്രയും അഡ്വർബും അഡ്ജക്റ്റീവും പഠിച്ചാൽ നമുക്ക് ഒരുമാതിരി കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ടാസ്ക് 1 ചെക്ക് ലിസ്റ്റ് ഫോർ എ ഹൈ സ്കോറിംഗ് ആൻസർ. നമ്മുടെ ഒരു ചെക്ക് ലിസ്റ്റ് ആണ്, നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. How you identify the type of the graphic used? എന്ത് ഗ്രാഫ് ആണുള്ളവരെ? How you calculate whether the data chart relates to the past time, present time, future time? How you include all the subjects that are referred to the diagram? Okay. How you include references to the correct units, month, year, kilometer, liters. അത് അതിനകത്ത് മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം കേട്ടോ. ലിറ്റേഴ്സ് ആണെങ്കിൽ 1000 ലിറ്റർ എന്നാണെങ്കിൽ 1000 ലിറ്റർ എന്ന് കണ്ടിരിക്കണം കേട്ടോ. How you included extreme down shown graphic? How we noted the trends? Is long enough, 150 words. It has sense that a report has been planned. നമ്മൾ ചെയ്യാത്തൊരു കാര്യം അല്ലേ? ചെയ്യാത്തല്ല, ചെയ്യാൻ താല്പര്യമുള്ളൊരു കാര്യമാണ് പ്ലാൻ ചെയ്യുന്ന കാര്യം കേട്ടോ. Are the words and phrases used copied directly from the question or attempt to paraphrase? Is the writing answer to follow flow? Are the cohesive devices used? Are the wide range of vocabulary used, wide range of grammar used? Complex. The language, is the language simple or complex? Okay. ഇന്നലെ പറഞ്ഞത് നമ്മള് ഒരു ആദ്യത്തെ ഒരു കൊല്ലം ഇപ്പൊ 1995 ആണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ്. പിന്നെ 1995 to 2000 നടന്നൊരു കാര്യം പറയുമ്പോ എന്നാ പാസ്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? അങ്ങനെയല്ലേ പറഞ്ഞത്? അത് നമുക്ക് കോമൺ സെൻസ്. സാർ, ഈ പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മളത് കണ്ടിട്ടുണ്ടോ? നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ ഗ്രാഫ് കുറെ വായിച്ചിട്ടുണ്ടോ നോക്ക്. പാസ്റ്റ് കണ്ടിന്യൂസ് വരാറുണ്ട്, പക്ഷെ റെയർ ആയിട്ടല്ലേ കണ്ടുള്ളൂ.
സിമ്പിൾ പാസ്റ്റ്. അത് അതിനകത്ത് വേറെ കാര്യം, നമ്മൾ അതിന്റെ അകത്ത് ഗ്രാഫിന്റെ അകത്ത് ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ ആ പോയിന്റ് എഴുതിയിട്ടുണ്ടോ ഇല്ലെന്നാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. കാരണം ആ എഴുതിയ ആള് ചിലപ്പോ ആ പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് കാണാത്തെ. സ്ട്രെച്ച് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പൊ ടാസ്ക് 1 റിപ്പോർട്ട് കോംപ്രമൈസ്. അപ്പൊ ടാസ്ക് 1 എന്തൊക്കെ വേണ്ടേ? ഒരു ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ് വേണം, ഒരു മിഡിൽ പാരാഗ്രാഫ് വേണം, മോർ ഡീറ്റെയിൽ മിഡിൽ പാരാഗ്രാഫ്, കൺക്ലൂഷൻ പാരാഗ്രാഫ് വേണം. ഓക്കെ, ഹൗ ടു റൈറ്റ് ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ്. You must start a report introducing the subject the graphic is representing and what the graphic is. The paragraph should describe the purpose of the report, say overall trends you see. For example, if the graph is climbing up or dropping down, you should mention that. You need to remember that you should be trying to describe the graph to someone else can't see it. ആ ഒരു പോയിന്റ് എപ്പോഴും നമ്മുടെ മനസ്സിലാണ് കേട്ടോ. Exactly. Write the graph about the dates, location എഴുതണം. 1 to 2 sentences. Identify type of the graph, graphic information, introductory paragraph. It can be graphic question. Example: the line graph illustrates changes of the consumption of the beef, fish in a particular European country between. How to write a high scoring overview in the middle of the graph. The purpose of the overview middle graph is begin describing the information presented in the graphic or according with the question is asking. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിക്കണം കേട്ടോ. ആ ക്വസ്റ്റ്യൻ നമ്മളവിടെ ആൻസർ ചെയ്യണ്ടേ. നമ്മളൊരു ഗ്രാഫ് കൊണ്ട് കുറെ എഴുതി വെക്കരുത് കേട്ടോ. വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. The paragraph should be describe most important trends. For example, if there is a graph has 2 peaks, you should mention them. Tell them when those peaks appeared and when those peaks values are. You should link the paragraphs and sentences logically connect to one another. And important thing you need to remember is that you need to write about all the periods of time, all the subjects of the graph. If it is a several years, 92, 1994, write about all of them. If it is about a man or woman, write both. Remember, summarizing does not mean throwing away information. The secret here is to select what is important, organize it, compare it, contrast it. അപ്പൊ സാർ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ നമ്മൾ ഈ 92, 93, 94 ഈ എല്ലാ ഇയർ എഴുതി കഴിഞ്ഞാൽ ഈ 150 വേർഡ്സിൽ നിൽക്കുവോ? അത് അവരങ്ങനെ പറഞ്ഞു മാത്രമേ കേട്ടോ. അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞാൽ കൊറേ ഇതാവും. അതിന്റെ അകത്ത് നമുക്ക് എങ്ങനെ വന്നാലും ഒരു 15 ഇയർ കൂടുതൽ വരില്ലല്ലോ ഒരിക്കലും. 5 മാക്സിമം 5. ഞാനൊക്കെ എഴുതി വരുമ്പോ ഓരോ സ്ഥലത്ത് എഴുതി വരുമ്പോഴേക്കും കുറെ ആവും. പക്ഷെ അതല്ലാതെ ഇപ്പൊ നമ്മൾ എഴുതുമ്പോ the following 2 years, except in following 2 years, അല്ലെങ്കിൽ consecutive years, ആ ഒരു രീതിക്ക് അല്ലെങ്കിൽ within 5 years ഗ്യാപ്പ്, അങ്ങനത്തെ ഒരു രീതിക്ക് എഴുതുമ്പോ. പക്ഷെ അവിടെ ആ ഇയേഴ്സ് കാണിക്കണം, അതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് കേട്ടോ. കാരണം ആ വായിക്കുന്ന ആൾക്ക് അറിയില്ല ഈ പടത്തുകൾ എന്താണെന്നുള്ള വിവരം. So he has to get the picture. It must be clear and question only to understand. Here's all the key points writing over middle paragraph. എന്തൊക്കെ middle paragraph ആണ്? Write 2 to 3 sentences. Make sure sentences contain at least 20 words. Use expressive words to describe what is happening. Write a paragraph in accordance with the part of the question. In 1979, the beef was by far most popular foods, with about consumed per week. ആ ഇന്നെന്തുകൊണ്ടാണ് വന്നത് മനസ്സിലായില്ലേ? ഓക്കെ, lamb and chicken were ഇതാണ് ഇന്നലെ നിര കണ്ടുപിടിച്ചു നമ്മൾ നിര. ഓക്കെ, lamb and chicken were eaten in similar quantities, around 150 grams, while much less fish was consumed, just over 50 grams. However, during this 25 period, consumption of beef and lamb fell dramatically to approximately 100 grams and 50 grams respectively. ഈ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ സെന്റൻസ് ആണ്. മറ്റ് നമ്മൾ ഗ്രാഫ് കാണുമ്പോൾ ഒരുപാട് സെന്റൻസുകൾ, പക്ഷെ ഇത് വെറും ഒരു കോംപ്ലക്സ് സെന്റൻസ് രണ്ടും. പക്ഷെ ഞാനില്ലേ സാറേ, ഞാൻ മറ്റേത് വായിക്കുമ്പോ ഞാൻ അതുപോലെ ഇരുന്ന് ആലോചിക്കണേ. കുഴപ്പമില്ല, അങ്ങനെ ആലോചിച്ചത് കുഴപ്പമൊന്നുമല്ല കേട്ടോ. അത് കിട്ടണില്ല. അപ്പൊ ഞാൻ ഈ രീതിക്ക് ഇത് എങ്ങനെ
ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഈസി അല്ലേ ഈ സെന്റൻസ് സാർ ഇപ്പൊ നമ്മൾ വായിച്ചത്. മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര അത് നല്ലതാണ് അങ്ങനെ എഴുതണ്ടേ, പക്ഷെ അത് നമുക്ക് കൂടി കിട്ടാൻ സമയം എടുക്കും. അതാണ്. How to write a high score in detailed middle paragraph. The purpose of the detailed middle paragraph is provide further analysis, discussion of the graphic, focus on the key data. Again, the topic of the paragraph answer the question asking you. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് വന്നത് കേട്ടോ. The concept of chicken, on the other hand, showed an upward trend, overtaking the that of the lamb in 1980 and the beef in 1989. By 2004, it had sold 250 grams per week. 2 സെന്റൻസ് ഉള്ളൂ, പക്ഷെ അതിനകത്തുള്ള കോർ ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. How to write a high scoring concluding paragraph. Points, sum up a number of women both sectors increased significantly while the fluctuating. ഇവിടെ ഈ and was fluctuating അത് പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? ഓക്കെ, നമ്മളൊരു പാസ്റ്റ് കണ്ടിന്യൂസ് കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മളധികം കാണലില്ല സാറേ, അധികം ഞാൻ വായിക്കാതെ നിർത്തി, അത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അതാണ് ടാസ്ക് 1. ഓക്കെ, ടാസ്ക് 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിക്കോ. റൈറ്റിംഗ് ടാസ്ക് ഇൻട്രൊഡക്ഷൻ, why do many people find task difficult, developing a system of yours essay, and how to identify different question types. ഓർക്കുന്നുണ്ടോ? ആർഗ്യുമെന്റ്, പ്രപ്പോസൽ, ഡിസ്കഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? ഓക്കെ, ആർഗ്യുമെന്റ് ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ, ഐഡന്റിഫിക്കേഷൻ, എക്സാമ്പിൾസ് ഇൻ സാമ്പിൾ കൺട്രീസ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. പ്രപ്പോസൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ, യു ആർ ഗിവൻ ആൻ ഒപ്പീനിയൻ അബൌട്ട് ദ ആർഗ്യുമെന്റ്. You are given a problem or an issue and 2 different solutions or opinions about it. Typically, you are asked to decide which solution opinion is better. The advantages, what are the advantages and disadvantages? You are given an opinion about a social issue of the other way around. Okay? To what extent? Yeah. മൂന്നാമത്തെ ഡിസ്കഷൻ, യു ആർ ഗിവൻ എ സോഷ്യൽ ഇഷ്യൂ, എ പ്രോബ്ലം, ആസ്ക് ഡയറക്ട്ലി ടു ഡിസ്കസ് ഇറ്റ്, ഓഫൺ ആ സജസ്റ്റ് സൊല്യൂഷൻ ഫോർ ഇറ്റ്. ഇതിനൊരു സൊല്യൂഷൻ ഇല്ല, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. ഡിസ്കഷൻ എന്താ നമുക്ക് മനസ്സിലായി. ഇത് നമ്മൾ നോക്കിയിട്ടുള്ള ഓർമ്മയുണ്ടോ? ഇതിനകത്ത് ആർഗ്യുമെന്റ് ടൈപ്പ് ഏതാ, പ്രപ്പോസൽ ടൈപ്പ് ഏതാ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മള് ഇത് നമ്മൾ ആർഗ്യുമെന്റ് ടൈപ്പ് എസ്സേ, പ്രപ്പോസൽ ടൈപ്പ് എസ്സേ, ഡിസ്കഷൻ ടൈപ്പ് എസ്സേ പഠിച്ച ഓർമ്മയുണ്ടത്. നമുക്ക് ഇതേ ഫോർമാറ്റ് പോയാൽ മതി കേട്ടോ. ഓക്കെ, ദിസ് ഈസ് എക്സാക്ട്ലി വെരി ഗുഡ് ആൻഡ് വെരി റൈറ്റ് ഫോർമാറ്റ്. നമ്മൾ അതുകൊണ്ട് ഈ ഫോർമാറ്റ് നമ്മൾ പഠിച്ചത് കേട്ടോ. സാധാരണ വന്നത് കംപ്ലൈന്റ്, റിക്വസ്റ്റ്, അപ്പോളജി, സജഷൻ, കണക്റ്റിംഗ് വേർഡ്സ്. ഹൗ ടു റൈറ്റ് ഹൈ സ്കോറിംഗ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചില്ല. ഹുക്ക് സെന്റൻസ് പഠിച്ച ഓർമ്മയുണ്ടായിരുന്നോ? ഹുക്ക് സെന്റൻസ്, ബ്രിഡ്ജ് സെന്റൻസ്, തിസിസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഹുക്ക് സെന്റൻസ് പറയുമ്പോൾ ആദ്യത്തെ സെന്റൻസ് ആസ്ക് എ ക്വസ്റ്റ്യൻ, ടെൽ us. Just really quickly. Can you wait for 5 minutes? I'll come back. Thank you. Ask a question, tell us a brief story, make a broad general statement. അത് എന്തും ആവാം കേട്ടോ. പിന്നെ നമ്മള് ബ്രിഡ്ജ് സെന്റൻസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ആദ്യത്തത് ഹുക്ക്, ബ്രിഡ്ജ്, പിന്നെ തിസിസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് എക്സാമ്പിൾ. നമ്മളിത് ഇങ്ങനെ പഠിച്ചാ കേട്ടോ, അതുകൊണ്ട് ഞാൻ ഓടിച്ചു പറഞ്ഞേ. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, സമ്മറി. ഇവിടെ ടോപ്പിക് സെന്റൻസ് എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ടോപ്പിക് സെന്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ടുഡേ സൊസൈറ്റി മോർ പീപ്പിൾ ചൂസിങ് ടേക്ക് ടോപ്പിക് സെന്റൻസ്. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നോക്കിയാണ് കേട്ടോ. ജനറൽ എക്സാമ്പിൾസ്, പിന്നെ എക്സാമ്പിൾ പറഞ്ഞ ഫോർ ഇൻസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ, ക്ലോസ്. പിന്നെ ഉണ്ടല്ലോ വേറെ സാർ എഴുതുന്നില്ലേ, ഫോർ ഇൻസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ, വേറെ എന്തൊക്കെയുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയത് കേട്ടോ. എക്സാമ്പിളിന് പകരം വെക്കാൻ പറ്റിയത് എഴുതാനേ. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ പാർട്ട് ടു കൺക്ലൂഷൻ, കൺക്ലൂഷന്റെ പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രാൻസിഷൻ ആൻഡ് കണക്റ്റിംഗ് ഫ്രേസസ്.
ഓർക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ വായിച്ചാണ്. അപ്പൊ ഇത് സപ്പോർട്ടിംഗ് പാരാഗ്രാഫില് അത് വന്നം, പിന്നെ കൺക്ലൂഷൻ പാരാഗ്രാഫില് ഇതിലേതെങ്കിലും വന്നം. അത് നമുക്ക് ഇഷ്ടമുള്ള രണ്ടും പഠിച്ചു വെച്ചാ പോരെ സാറേ, എല്ലാം പഠിക്കണമെന്നില്ല, നമുക്ക് എഴുതാൻ പറ്റി നമുക്ക് ഇഷ്ടമുള്ളത് പഠിച്ചു വെച്ചാ പോരെ. ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 അങ്ങോട്ട് പഠിക്കും, എന്നിട്ട് അത് എഴുതി വെച്ചാ പോരെ. എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും, ചില സമയത്ത് അത് ഏച്ചിട്ടെനിക്ക് ആവരുത് കേട്ടോ. സാറേ കൺഫ്യൂഷൻ പാടില്ല. ഇപ്പൊ എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് ഫൈനൽ കാര്യ അല്ലെ, അപ്പൊ ഫൈനലി അല്ലെങ്കിൽ അതനുസരിച്ച് ഒരു വാക്കേ വരൂ. ഇന്ന നട്ട്ഷെൽന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് എഴുതി പിടിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് അതിന്റെ ടാസ്ക് റെസ്പോൺസ് നമ്മൾ 4 ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടില്ലേ. പിന്നെ അതിന്റെ ചെക്ക് ലിസ്റ്റ്, ഇവര് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലതാണത്. പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് എത്രമാത്രം ഇത് നമ്മളിപ്പോ വെൽ ട്രെയിൻഡ് അതിന്റെ അകത്ത്. അതായത് ടാസ്ക് റെസ്പോൺസ് 200-250 വേർഡ്സ് എഴുതിയിട്ടുണ്ടോ, ഈ 4 രീതി അവർ മാർക്ക് നോക്കണതേ. Do I clearly identify task introduction? Do I state my position, interest and conclusion? That's a paragraph related task. അപ്പോ ടാസ്കിന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടോ? Do I use paragraphs? How I example reasons? Do I make sentence linkers together? How I use punctuation? How I use transition counter phrases? How I repeated the wording of the question? Are there any words repeated constantly? How I use some academic vocabulary? വാക്ക് ചോദിച്ചോ? നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ് നമ്മള്. How I used vocabulary specific topic of the question? How I checked spelling? Were my tenses? Am I sentence 15 to 20 long? ഇത് നമ്മൾ പഠിച്ചിരുന്നു. ടാസ്ക് 2 essay. അതെ, ഇത് നമ്മൾ പഠിച്ചതാ, നമ്മൾ ഈ ബുക്കിൽ നിന്ന് പഠിച്ചതാ. ഞാൻ ഒന്നും കൂടി ആ ബുക്കിന്റെ അകത്ത് തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ടോപ്പിക് സെന്റൻസ് കണ്ടു. യെസ്, നമ്മൾ 2ാമത്തെ എക്സാം നമ്മൾ കണ്ടിരുന്നു. യാ, 3ാമത്തെ എക്സാം നമ്മൾ കണ്ടിരുന്നു. 4ാമത്തെ എസ്സേ ഓർമ്മയുണ്ടല്ലേ. അപ്പൊ ഈ ഇതുണ്ട്, ഇതിന്റെ അകത്ത് ഇപ്പൊ 5 എണ്ണം ചോദിച്ചത് കണ്ടോ. 1970-71, 80-81, 991 ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അതെ, അല്ല സാറേ, ഇതിന്റെ എല്ലാം നമ്മൾ പിന്നത്തെ എഴുതുമ്പോ ഞാൻ പറഞ്ഞത് അതിപ്പോ നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇതിന്റെ അകത്ത് എഴുതിയിട്ടില്ലല്ലോ കണ്ടോ. അവരിതാ ഉദ്ദേശിച്ചത് ഇൻട്രൊഡക്ഷനിൽ എഴുതുമ്പോ. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതിനകത്ത് റിപ്പോർട്ട് 2 2ാമത്തെ ടൈപ്പ് നമ്മൾ കണ്ടാണ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഫ്രേസ് നമ്മൾ എപ്പോഴും ഫ്രേസ് നോക്കണം. ദാറ്റ് ക്യാൻ ബി ടേക്കൻ, സ്റ്റാർട്ടർ ദി ഹൈയസ്റ്റ് അറ്റ്, ഓക്കെ, എൻഡർ ദി ഹൈയസ്റ്റ് അറ്റ്, അതൊക്കെ ഓരോ ഫ്രേസുകളല്ലേ. സാറേ ഒരു 2-3 എണ്ണം അങ്ങോട്ട് ശരിക്കിരുത്തി അങ്ങോട്ട് മനസ്സിരുത്തിയേ നന്നായിട്ട് പഠിച്ചു വെക്കാൻ പോകും ഞാൻ. എന്നാ പിന്നെ വേറെ സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാലോ. അപ്ലൈ ചെയ്യാം, അതും ലോജിക്കൽ അപ്ലൈ ചെയ്താൽ മതി. അല്ല, അങ്ങനെ കാണാപ്പാടം നമ്മൾ എഴുതി വെക്കരുത്. അപ്പൊ പറഞ്ഞത് തെറ്റത് നമ്മൾ കാണാപ്പാടം പഠിച്ചു ചെയ്താന്ന് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കും വേണം. അങ്ങനെ ഇത് കണ്ടോ, ഇത് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? അതെ അതെ അതെ, ഇത് പഠിച്ച ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മളത് ഇതും നമ്മൾ പഠിച്ചാണ്. ഇത് എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ എഴുതുന്നതാ. ഇതും നമ്മളും പഠിച്ചാണ്. പിന്നെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ബുക്ക് കംപ്ലീറ്റ് കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക് ഇരുന്ന്